ബ്ലൈൻഡ് ഹോളിൽ ടാപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. ചില പഠന ലക്ഷ്യങ്ങളുമായി ഈ വിഷയം നമുക്ക് ആരംഭിക്കാം. ഈ വിഷയത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് വ്യത്യസ്ത തരം ഹാൻഡ് ടാപ്പുകൾ തിരിച്ചറിയുക, ഇന്റേണൽ ത്രെഡിങ്ങിനായി ടാപ്പ് ഡ്രിൽ വലുപ്പങ്ങൾ നിർണ്ണയിക്കുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ഒരു ടാപ്പിംഗ് ടൂൾ സെറ്റ്, ഒരു ഹാൻഡ് ടാപ്പ് സെറ്റ്, ഒരു ഫയലിംഗ് ടൂൾ, ഒരു ബെഞ്ച് വൈസ്, ഒരു ട്രൈ സ്ക്വയർ. ആവശ്യമുള്ള വസ്തുക്കൾ: ആവശ്യാനുസരണം കട്ടിംഗ് ഫ്ലൂയിഡ്. ഇന്റേണൽ ത്രെഡുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനിങ് പ്രോസസ്സ് ആണ് ടാപ്പിംഗ്. സിലിണ്ടർ അല്ലെങ്കിൽ കോണിക്കൽ ആകൃതിയിലുള്ള ഒരു ത്രെഡ് കട്ടിംഗ് ഉപകരണമാണ് ടാപ്പ്. റോട്ടറി, ആക്സിയൽ മൂവ്മെൻറ്റുകൾ സംയോജിപ്പിച്ച് ടാപ്പുകൾ, ഇന്റേണൽ ത്രെഡുകൾ ഉണ്ടാക്കുന്നു. ഇനി ഹാൻഡ് ടാപ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാം. ഘടകങ്ങളിൽ ആന്തരിക ത്രെഡുകൾ സൃഷ്ടിക്കാൻ ഹാൻഡ് ടാപ്പുകൾ ഉപയോഗിക്കുന്നു. ടാപ്പുകൾ സാധാരണയായി ഹാൻഡ് ആൻഡ് പ്രിസിഷൻ ഗ്രൗണ്ട് ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ത്രെഡുകൾ ഉപരിതലത്തിൽ സൂക്ഷ്മമായി മുറിച്ചിരിക്കുന്നു. കൃത്യമായ ഫിനിഷിംഗ് ഉറപ്പാക്കുന്നു. കട്ടിംഗ് അറ്റങ്ങൾ സ്ഥാപിക്കാൻ ത്രെഡിലേക്ക് ലംബമായി ഫ്ലൂട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഷാങ്കുകളുടെ അറ്റം ആംഗിൾ രൂപത്തിൽ ആയതിനാൽ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയം ടാപ്പ് കറങ്ങുന്നതിനും ഉറപ്പിച്ച് നിർത്തുന്നതിനും സഹായിക്കുന്നു. ടാപ്പുകൾക്ക് ചാംഫേർഡ് എഡ്ജ് ആയതിനാൽ ഒരേ രീതിയിൽ ത്രെഡ് കട്ട് ചെയ്ത് വിന്യസിക്കപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ ത്രെഡിൻ്റെ പിച്ചും അടയാളപ്പെടുത്തും. ടാപ്പിൻ്റെ തരം, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, ഫൈനൽ അല്ലെങ്കിൽ പ്ലഗ് ടാപ്പിനെ സൂചിപ്പിക്കുന്നത് അടയാളപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ടാപ്പ് ശങ്കിൽ അവർ ടാപ്പുകളുടെ വലിപ്പവും ത്രെഡിൻ്റെ തരവും വ്യക്തമാക്കുന്നു. നിർദ്ദിഷ്ട ത്രെഡുകൾക്കായുള്ള ഹാൻഡ് ടാപ്പുകൾ സാധാരണയായി 3 സെറ്റുകളിലായാണ് വിൽക്കുന്നത്: ടേപ്പർ ടാപ്പ്, ഇൻ്റർമീഡിയറ്റ് ടാപ്പ്, ബോട്ടമിംഗ് ടാപ്പ്. ഈ ടാപ്പുകൾ അവയുടെ വളയങ്ങളുടെ എണ്ണം കൊണ്ട് വേർതിരിച്ചറിയാൻ കഴിയും. ടേപ്പർ ടാപ്പിന് ഒരു വളയമുണ്ട്. ഇൻ്റർമീഡിയറ്റ് ടാപ്പിന് 2 വളയങ്ങളുണ്ട്. താഴെയുള്ള ടാപ്പിന് 3 വളയങ്ങളുണ്ട്. ടാപ്പിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് ടാപ്പർ ടാപ്പ് എന്നും അറിയപ്പെടുന്ന ആദ്യത്തെ ടാപ്പ് ഉപയോഗിക്കുന്നു. വളരെ ആഴമില്ലാത്ത ദ്വാരങ്ങളിലൂടെ ടാപ്പ് ചെയ്യാൻ ഇത് അനുയോജ്യമാണ്. ബോട്ടം ടാപ്പ് എന്നും അറിയപ്പെടുന്ന പ്ലഗ് ടാപ്പ് ഒരു ബ്ലൈൻഡ് ഹോളിലേക്ക് നിർദ്ദിഷ്ട അളവിൽ കൃത്യതയോടെ ത്രെഡുകൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ടാപ്പ് റെഞ്ച് എന്താണെന്നും റെഞ്ചുകളുടെ തരങ്ങളും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും നമുക്ക് അറിയാം. ത്രെഡുകൾ ഉണ്ടാക്കാൻ ത്രെഡ് ചെയ്യേണ്ട ഹോളിലേക്ക് ടാപ്പ് റെഞ്ച് കടത്തിവെച്ച് ശരിയായി ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടാപ്പ് റെഞ്ച്. വിവിധ തരം ടാപ്പ് റെഞ്ചുകൾ ഉണ്ട്. ഡബിൾ എൻഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റെഞ്ചാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടാപ്പ് റെഞ്ച്. ഇത് വ്യത്യസ്ത വലുപ്പങ്ങളിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് വലിയ വ്യാസമുള്ള ടാപ്പുകൾക്ക് ഇത് അനുയോജ്യമാണ്. ടാപ്പിൻ്റെ കറക്കത്തെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങളില്ലാത്ത തുറന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ ഈ ടാപ്പ് റെഞ്ചുകൾ അനുയോജ്യമാണ്. ടീ ഹാൻഡിൽ ടാപ്പ് റെഞ്ച് എന്നത് 2 ജോകളുള്ള അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ചക്കുകളും തിരിയാനുള്ള ഒരു ഹാൻഡിലുമുള്ള ഒരു കോമ്പാക്റ്റ് ടൂളാണ്. പരിമിതമായ ഇടങ്ങളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് ഒരു കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാനും എന്നിരുന്നാലും വലിയ വ്യാസമുള്ള ടാപ്പുകൾ സുരക്ഷിതമായി പിടിക്കുന്നതിനും തിരിക്കുന്നതിനും ഇത് അനുയോജ്യമല്ലായിരിക്കും. സോളിഡ് ടൈപ്പ് ടാപ്പ് റെഞ്ചുകൾ ക്രമീകരിക്കാവുന്നതല്ല. പ്രത്യേക ടാപ്പ് വലിപ്പങ്ങൾ ഉൾക്കൊള്ളാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ്. ഈ നിശ്ചിത രൂപകൽപ്പന ടാപ്പ് വലിപ്പത്തിനായി ശരിയായ റെഞ്ച് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ടാപ്പ് റെഞ്ചിൻ്റെ തെറ്റായ നീളം ഉപയോഗിക്കുന്നതിനുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുകയും അതുവഴി ടാപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഇപ്പോൾ ടാപ്പ് ഡ്രിൽ വലിപ്പം എങ്ങനെ അളക്കാം അല്ലെങ്കിൽ അറിയാമെന്ന് നമുക്ക് പറയാം. ടാപ്പിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് വർക്ക് പീസിൽ ഒരു ഹോൾ കട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹോളിൽ മുറിക്കുന്ന ത്രെഡിന് അനുയോജ്യമായ ഡ്രിൽ വലിപ്പം നിർണ്ണയിക്കുന്നത് ഈ പ്രക്രിയയിലെ ഒരു നിർണായക ഘട്ടമാണ്. ടാപ്പ് മുറിക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽ വർക്ക് പീസിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. മതിയായ മെറ്റീരിയൽ ഇല്ലെങ്കിൽ ത്രെഡ് ശരിയായി രൂപപ്പെടില്ല. നേരെ മറിച്ച് അമിതമായ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ത്രെഡ് കൃത്യമായി മുറിക്കുന്നത് വെല്ലുവിളിയാകും. വിജയകരമായ ടാപ്പിങ്ങിന് ശരിയായ ബാലൻസ് നേടേണ്ടത് അത്യാവശ്യമാണ്. 100% ത്രെഡ് കട്ട് നേടുന്നതിന് ISO മെട്രിക് ത്രെഡുകളുള്ള ടാപ്പിംഗ് ഡ്രിൽ വലിപ്പങ്ങൾ ത്രെഡ് എൻഗേജ്മെൻറ്റ് ഉറപ്പാക്കുന്നു. നിർദ്ദിഷ്ട ത്രെഡ് വലിപ്പത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. വ്യത്യസ്ത ISO മെട്രിക് ത്രെഡുകൾക്കായി ശുപാർശ ചെയ്യുന്ന ഡ്രിൽ വലിപ്പങ്ങൾ ഇതാ: M10,
ഇൻറ്റു 1.5 ത്രെഡ്. ചെറിയ വ്യാസം ഈക്വൽ ടു പ്രധാന വ്യാസം മൈനസ് 2 ഇൻറ്റു ഡെപ്ത്. ത്രെഡിൻ്റെ ഡെപ്ത് സമം ഒരു സ്ക്രൂവിൻ്റെ 0.6134 ഇൻറ്റു പിച്ച് 2 ത്രെഡിൻ്റെ ഡെപ്ത് സമം 0.6134 ഇൻറ്റു 2 ഇൻറ്റു പിച്ച് സമം 1.226 ഇൻറ്റു 1.5 മില്ലിമീറ്റർ സമം 1.839 മില്ലിമീറ്റർ. ചെറിയ വ്യാസം D1 സമം 10 മില്ലിമീറ്റർ മൈനസ് 1.839 മില്ലിമീറ്റർ സമം 8.161 മില്ലിമീറ്റർ അല്ലെങ്കിൽ 8.2 മില്ലിമീറ്റർ. നമുക്ക് ഉപയോഗിക്കാവുന്ന 60% ത്രെഡിനായി ഡ്രിൽ വലുപ്പങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ഡ്രിൽ വലുപ്പം സമം പ്രധാന വ്യാസം മൈനസ് പിച്ച് സമം 10 mm മൈനസ് 1.5 mm സമം 8.5 mm. ISO ഇഞ്ച് ഏകീകൃത ത്രെഡ് ഫോർമുല. ടാപ്പ് ഡ്രിൽ വലുപ്പം സമം പ്രധാന വ്യാസം മൈനസ് 1/, ഇഞ്ച് ത്രെഡുകളുടെ എണ്ണം 5/8 UNC ത്രെഡിനുള്ള ടാപ്പ് ഡ്രിൽ വലിപ്പം കണക്കാക്കുന്നതിന് ടാപ്പ് ഡ്രിൽ വലിപ്പം സമം 5/8 മൈനസ് 1/11 സമം 0.625 മൈനസ് 0.091 സമം 0.534. ഒരു ടാപ്പിങ്ങിൽ പരിശീലനം നടത്താൻ ഈ സെഷൻ സമ്മറൈസ് ചെയ്യാം. മൊഡ്യൂളിൽ ഇന്റേണൽ ത്രെഡുകൾ നിർമ്മിക്കുന്നതിന് ക്ലിയറായ ബ്ലൈൻഡ് ഹോളുകൾ ടാപ്പ് ചെയ്യൽ, വ്യത്യസ്ത ഹാൻഡ് ടാപ്പുകൾ തിരിച്ചറിയൽ, ഇന്റേണൽ ത്രെഡിങ്ങിനായി ടാപ്പ് ഡ്രിൽ വ്യാസം നിർണ്ണയിക്കൽ, ബ്ലൈൻഡ് ഹോളുകൾ, ഇന്റേണൽ ത്രെഡുകൾ മുറിക്കൽ എന്നിവ അടങ്ങിയിരിക്കുന്നു.